മലയാളി പ്രേക്ഷകർക്ക് മല്ലിക സുകുമാരൻ എന്ന അഭിനേത്രിയെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. എല്ലാ പേർക്കും വളരെ സുപരിചിതയും അതുപോലെ ഒരു പ്രിയപ്പെട്ട അഭിനേത്രിയും തന്നെയാണ് മല്ലിക സുകുമാരൻ. ഇപ്പോഴിതാ തൻ്റെ ആദ്യ വിവാഹ ജീവിതത്തിൻ്റെ പരാജയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മല്ലിക സുകുമാരൻ. തൻ്റെ ആദ്യ വിവാഹം ഒരു എടുത്തുചാട്ടമായിരുന്നു എന്നാണ് മല്ലിക തുറന്നു പറയുന്നത്. അതിലൊന്നും താൻ ആരെയും കുറ്റം പറയുന്നുമില്ലെന്നും താരം പറയുന്നു. അവിടെയൊരു ജീവിതം കിട്ടുന്നില്ലെന്ന് തോന്നി. ഞാൻ എന്ത് തന്നെയായാലും എനിക്ക് എൻ്റേതായൊരു ജീവിതം വേണം. എൻ്റെ ഭർത്താവ്, കുഞ്ഞുങ്ങൾ ഒക്കെ വലിയൊരു നിർബന്ധമായിരുന്നു എനിക്ക്. അങ്ങനെ ഞാനൊരു ബന്ധം തിരഞ്ഞെടുത്തു. ബന്ധുക്കളെല്ലാം കോഴിക്കോടാണ്. അവിടെ പോയി 2-3 മാസത്തോളം കുഴപ്പമില്ലായിരുന്നു. പിന്നെ എന്തോ എൻ്റെ വീടിനെക്കുറിച്ചൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ ആർക്കൊക്കെയോ അവിടെ ഉണ്ടായിരുന്നു. തെറ്റ് ചെയ്തത് ഞാനാണ്. പിന്നെ എൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വന്ന് വിളിക്കണമായിരുന്നു. നമ്മൾ സ്വയം ഏറ്റുപറഞ്ഞ് അങ്ങോട്ട് ചെല്ലേണ്ട ബാധ്യത എനിക്കുണ്ടെന്ന് അന്ന് തോന്നിയിരുന്നു. അന്നും ഞാൻ ബോൾഡാണ്. എന്നെ ആരും കൊണ്ടുപോകുന്നില്ല. മുൻപ് പറഞ്ഞതിൽ നിന്നൊക്കെ ഒരുപാട് വ്യതിചലിച്ചു പോകുന്നു എന്ന് തോന്നിയപ്പോൾ എനിക്ക് ചെറിയൊരു നിരാശ അവിടെ തുടങ്ങി. അവസാനം ജീവിതം തന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. മലയാള സിനിമയിലെ താരകുടുംബം എന്ന് പറയാവുന്ന ഒന്നാണ് മല്ലിക സുകുമാരൻ്റേത്. അമ്മയും മക്കളും മരുമക്കളും എല്ലാം തന്നെ അഭിനയത്തിലും സിനിമയിലും ഒക്കെ സജീവമാണ്. അച്ഛൻ സുകുമാരൻ്റെ പാത പിന്തുടർന്ന് തന്നെയാണ് മക്കളായ ഇന്ദ്രജിത്തും പൃഥ്വിരാജും സിനിമയിലേക്ക് എത്തിയതും. ഇന്ദ്രജിത്തിൻ്റെ ഭാര്യ പൂർണിമയും സിനിമയിൽ സജീവമായിരുന്നു. വിവാഹശേഷം സിനിമയിൽ നിന്നും മാറി നിന്നെങ്കിലും വൈറസ് എന്ന ചിത്രത്തിലൂടെ പൂർണിമ വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തിയിരുന്നു. സിനിമയിൽ ശ്രദ്ധേയമായ വേഷങ്ങളിൽ അഭിനയിച്ച് ഇന്ദ്രജിത്ത് മുന്നേറുമ്പോൾ ഒരു അഭിനേതാവ് അല്ലെങ്കിൽ ഒരു നായകൻ എന്നതിലുപരി ഇപ്പോൾ ഒരു സംവിധായകൻ്റെയും നിർമ്മാതാവിൻ്റെയും ഒക്കെ കുപ്പായമെടുത്ത് അണിഞ്ഞിരിക്കുകയാണ് പൃഥ്വിരാജ്. 1974 ജി അരവിന്ദൻ്റെ ഉത്തരായനം എന്ന ചിത്രത്തിലൂടെയാണ് മല്ലിക അരങ്ങേറ്റം കുറിക്കുന്നത്. സ്വപ്നാടനം എന്ന ചിത്രത്തിന് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും തൊട്ടടുത്ത വർഷം തന്നെ മല്ലികയ്ക്ക് സ്വന്തമായിരുന്നു. തുടർന്ന് കന്യാകുമാരി, അഞ്ജലി, മേഘസന്ദേശം, അമ്മക്കിളിക്കൂട്, ഛോട്ടാ മുംബൈ, തിരക്കഥ, കലണ്ടർ, ഇവർ വിവാഹിതരായാൽ എന്ന് തുടങ്ങി 90-ലേറെ സിനിമകളിലും നിരവധിയിലേറെ സീരിയലുകളിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ താരം അവതരിപ്പിച്ചു. വിവാഹത്തോടെ സിനിമയിൽ നിന്നും വിട്ടുനിന്ന മല്ലിക ഭർത്താവും നടനുമായ സുകുമാരൻ്റെ മരണശേഷമാണ് സിനിമാ രംഗത്തേക്ക് വീണ്ടും തിരിച്ചെത്തിയതും.